ധനുഷിന്റെ ഇഡലി ഓർമ്മകളാണ് ഇപ്പോൾ കോളിവുഡിലും പുറത്തുമെല്ലാം വലിയ സംസാരം. പുതിയ ചിത്രം ഇഡലിക്കടയുടെ ഓഡിയോ ലോഞ്ചിൽ ധനുഷ് തന്റെ കുട്ടിക്കാലത്ത് ഇഡലി കൊതിയും അതിനുള്ള കഠിന പ്രയത്നത്തെക്കുറിച്ചും നൊസ്റ്റാൾജിക് ഓർമ്മകൾ പങ്കുവച്ചു. ഇഡലിക്കട എന്ന പേരിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴായിരുന്നു താരം ഒരു ഇഡലി കഥ തന്നെ പറഞ്ഞത്. പക്ഷേ അപ്പോൾ മുതൽ ധനുഷ് എയറിലാണ്. ധനുഷിന്റെ ഇഡലി കഥയും ആദ്യം RD Extra. താൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേരിന് പിന്നിലെ കഥ പറഞ്ഞാണ് ഇപ്പോൾ നടനും സംവിധായകനുമായ ധനുഷ് വെട്ടിലായിരിക്കുന്നത്. ധനുഷ് സംവിധാനം ചെയ്ത് മുഖ്യവേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് ഇഡ്ലിക്കടൈ. ഒക്ടോബർ 1 റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ആ പേരിലേക്ക് എത്തിയതിനെക്കുറിച്ച് ധനുഷ് വാചാലനായത്. കുട്ടിക്കാലത്ത് ഇഡ്ലി കഴിക്കാനായി നടത്തിയ കഠിന പ്രയത്നത്തെപ്പറ്റി വികാരാധീനനായാണ് ധനുഷ് സംസാരിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട ഇഡ്ലി വാങ്ങാനായി നടത്തിയ കഷ്ടപ്പാടുകളെക്കുറിച്ച് ധനുഷ് വിശദീകരിച്ചു. ഇഡലി കഴിക്കാനായി നടത്തിയ ആ ശ്രമങ്ങളെ ഓർത്തെടുത്താണ് താൻ ചിത്രത്തിന് ഇഡലിക്കട എന്ന് പേര് നൽകിയതെന്നാണ് താരം പറയുന്നത്. എന്നാൽ ധനുഷിന്റെ നൊസ്റ്റാൾജിക് പ്രസംഗത്തെ പരിഹസിച്ച് ട്രോളുകൾ നിറയുകയാണ്. ധനുഷ് പറഞ്ഞതെല്ലാം വെറും തള്ളാണെന്ന് ട്രോളന്മാർ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു. സിമ്പതിയിലൂടെ സിനിമയ്ക്ക് ആളെ കയറ്റാനോ കള്ളങ്ങൾ പറയുന്നതെന്ന ചോദ്യവും താരത്തിനെതിരെ ഉയരുന്നു. തിരുച്ചിത്രമ്പലത്തിന് ശേഷം ധനുഷും നിത്യാമേനനും ഒരുമിക്കുന്ന ഇഡലിക്കടൈ വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. RD Extra ന്യൂസ് മലയാളം. ടാറ്റ ഷീറ്റിലേക്ക് കടന്നാൽ ധനുഷിന്റെ ഇഡലി ഓർമ്മകൾ. കുട്ടിക്കാലത്ത് ഇഡലി കഴിക്കാൻ വലിയ കൊതിയായിരുന്നു എന്ന് ധനുഷ് പറയുന്നു. വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. അതിനാൽ അയൽപക്കങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിക്കും. ഓരോ ദിവസവും ശേഖരിക്കുന്ന പൂക്കളുടെ അളവനുസരിച്ച് പണം കിട്ടും. സഹോദരിക്കൊപ്പം പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പൂവ് പറിക്കാൻ പോകുമായിരുന്നു. പൂക്കൾ നൽകിയാൽ 2 രൂപയിലേറെ പ്രതിഫലം ലഭിക്കുമായിരുന്നു. സമീപത്തെ പമ്പ് സെറ്റിൽ പോയി കുളിച്ച് തോർത്ത് മാത്രം ഉടുത്ത് റോഡിലൂടെ നടക്കും. സമ്പാദിച്ച പണം കൊണ്ട് 4-5 ഇഡലി കിട്ടുമായിരുന്നു എന്നും ധനുഷ് പറയുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിക്ക് മുകളിൽ ഒന്നുമില്ല എന്നും ധനുഷ് പറയുന്നു. ആ സന്തോഷവും രുചിയും ഇന്നത്തെ റെസ്റ്റോറന്റ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നും ധനുഷ് പറയുന്നു. ഈ ഓർമ്മകളാണ് ചിത്രത്തിന്റെ പേര് ഇഡലിക്കടൈ എന്നാക്കാൻ കാരണമായതെന്നും താരം പറയുകയാണ്. ധനുഷിനെ എന്തായാലും ട്രോളി കൊന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ധനുഷിന്റെ നൊസ്റ്റാൾജിക് ദാരിദ്ര്യം പറച്ചലിനെ ട്രോളി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുന്നു. ഹിറ്റ് സംവിധായകനായിരുന്ന അച്ഛൻ വീട്ടിൽ പണം നൽകിയിരുന്നില്ലേ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. വീട്ടിൽ ഇഡലി ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു എന്നും പരിഹാസമുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി നട്ടാൽ മുളയ്ക്കാത്ത കള്ളം പറയരുതെന്നും സോഷ്യൽ മീഡിയ പറയുകയാണ്. തനീഷ്, ഇതിപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. മറ്റേ മുതലയെ വീട്ടിൽ കൊണ്ടുപോയി തീറ്റ കൊടുക്കുമായിരുന്നു. അതെ, ഇത് ഈ പഴയ കഥകൾ ഉണ്ടാക്കി പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പുതിയ കാലത്ത് ആധികാരികത ഉണ്ടാക്കാനുള്ളൊരു കാര്യമാണ്. ഇതിപ്പം ഈ ട്രോൾ ചെയ്യുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന് 7-8 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഇദ്ദേഹം ഈ കഥ പറഞ്ഞത്. അപ്പോഴത്തെ സംഭവമാണ്. ഇദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കസ്തൂരി രാജ 4-5 പടം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് ഈ ട്രോൾ ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്. 5 പടം തമിഴ്നാട്ടിൽ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ്റെ മകൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇഡ്ഡലി വാങ്ങിക്കാൻ പൈസയില്ല. അപ്പോൾ അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ, അദ്ദേഹത്തിന് ഇപ്പോൾ 42 വയസ്സെന്നാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ അത്രയും 10-40 കൊല്ലം 10-35 കൊല്ലം ബാക്കിൽ ഇഡ്ഡലിക്ക് എത്ര പൈസ ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്ക്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വിഭവമാണല്ലോ ഇഡ്ഡലി. എല്ലാവരും തമിഴ്നാട്ടിൽ മാത്രമല്ല ഇവിടെ. അപ്പോൾ ഇഡ്ഡലിക്ക് അത്രയും നിസ്സാരമായ തുകയുണ്ടാവും. അപ്പോൾ ആ ഇഡ്ഡലി വാങ്ങാൻ വേണ്ടിയിട്ട് 5 സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ്റെ മകൻ പണിയെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും അവിശ്വസനീയമാണ്. പിന്നെ അതിനകത്തൊരു സാധ്യതയുള്ളത്, ചില രക്ഷിതാക്കൾ മക്കൾ അങ്ങനെ ധൂർത്തടിച്ച് ജീവിക്കരുത് വെച്ച്, പക്ഷേ അതും ഇഡ്ഡലിക്കൊന്നും പൈസ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ്. പിന്നെ ഒരു കൗതുകത്തിന് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു. 4 മണിക്ക് എഴുന്നേറ്റിട്ട്, പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ പൂക്കൾ പെറുക്കാനോ മറ്റോ അവിടുത്തെ ഒരു പൂക്കച്ചവടമോ മറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് ചെയ്യുമെന്നാണ്. അപ്പം അതൊരു അവിശ്വസനീയമായ കഥയാണ് എന്തായാലും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. ഇതിനകത്ത് കൂടുതൽ വിവരങ്ങളൊക്കെ പിന്നീട് വരുമായിരിക്കും. ചിലപ്പം ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ധനുഷ് എൻ്റെ അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു കേസ് ഒരു ദമ്പതികൾ വന്നിരുന്നു. അത് സാധാരണക്കാരായ മനുഷ്യരാണ്. പിന്നെ എപ്പോഴോ കസ്തൂരി രാജയും കുടുംബവും ദത്തെടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുമായിട്ട് വന്നിട്ട് അത് ആളുകൾ തള്ളിക്കളഞ്ഞിരുന്നു. കോടതിയും തള്ളിക്കളഞ്ഞാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥത്തിൽ അത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയായിരുന്നു, ഇദ്ദേഹം ശരിക്കും കുട്ടിക്കാലത്ത് പ്രശ്നമായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും റിയലായിട്ട് സംഗതിയല്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുള്ളൂ. അതായത് ഈ മോശം സാഹചര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സക്സസ് ആയ ആളുകളുടെ സ്റ്റോറിക്ക് വലിയ മാർക്കറ്റാണ്. സ്ലം ഡോഗ് മില്യണയർ എന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന വളരെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് വരിക, എന്നിട്ട് നെപ്പോട്ടിസം ഒന്നും ഇല്ലാതെ സക്സസ് നേടുക എന്നത് ഒരു വലിയ കാര്യമാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കഥകളാണോ ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മളെ മറ്റേ സിനിമയിൽ പ്രേമം സിനിമയിൽ പറയില്ലേ, റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ഞാൻ ഏകനായിരുന്നു എന്ന് പറയുന്ന പോലെ റാസൽ ഖൈമയിലെ വലിയ വീട്ടിലെ കുട്ടിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് സക്സസ് ആയ ഒരാളാണെങ്കിൽ ഒരു മോശം കുട്ടിക്കാലം ഉണ്ടാകുന്നതാണ് എന്നത് ഇയാളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഈ സിനിമാക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ മുമ്പ് മഡോണ ഓർമ്മയുണ്ടാവും, 5-ാമത്തെ വയസ്സിൽ 1.5 വയസ്സിൽ പുഴയിൽ നീന്താൻ പോകുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ ലോജിക്ക് കുറേ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. 1.5 വയസ്സിൽ എന്ത് പുഴയിൽ നീന്താനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. നമുക്കിതിൻ്റെ വസ്തുത പൂർണ്ണമായിട്ട് അറിയില്ല. ഇപ്പോൾ ധനുഷിനെ പോലൊരാൾ ഇങ്ങനെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ട്രോളി കൊല്ലുകയാണ് തമിഴ്നാട്ടിലെ സിനിമാ ആസ്വാദകർ. ധനുഷിൻ്റെ ആരാധകർ തന്നെ മൂപ്പരെ ഓണറിൽ നിർത്തിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം, ധനുഷാണ് ഇത് സംവിധാനം ചെയ്തത്, ധനുഷ് തന്നെയാണ് ഇതിന് കാശും മുടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ RDX ഇക്കാര്യം ചർച്ച ചെയ്തു. ഇതിനേക്കാൾ പേരറിയാത്ത ആളുകളില്ലേ. അതെ, ഇഡലിക്കട ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയി കാണും. ആ പറയുന്നത് പോലെ ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ കിട്ടി. ഒരുപക്ഷെ ബോധപൂർവം പറഞ്ഞതായിരിക്കാം. ഇന്നത്തെ കാലത്തെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നടന്ന ഈ സംഘർഷം അത് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു. അത് നമുക്ക് പരിചിതമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ യുദ്ധം എന്ന് വിളിച്ചില്ല. പണ്ടത്തെ പോലെ ടാങ്ക് ഇറക്കിയില്ല, അല്ലെങ്കിൽ കാലാൽപ്പടയെ അങ്ങോട്ടേക്ക് അയച്ചില്ല എന്ന് പറയുന്ന പോലെ. പക്ഷേ അതൊരു യുദ്ധമുറ തന്നെയായിരുന്നു. ഇന്നത്തെ കാലത്തെ യുദ്ധമുറ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ പ്രൊമോഷൻ മുറയാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സനീഷ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിയേക്കാം. അല്ലെങ്കിൽ അവർക്ക് കുറേ ആളുകൾക്കൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർക്കൊക്കെ എന്നോട് കുറേ കൂടി സഹതാപം ഉണ്ടായേക്കാം. അങ്ങനെ അവർ എൻ്റെയിലേക്ക് അടുത്തേക്കാം എന്നൊരു ചിന്തയും ഉണ്ടാകാം. മറ്റൊരു കാര്യം, ഈ മഡോണയുടെ കാര്യം വന്നപ്പം അന്ന് വായിച്ചൊരു ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കഥകൾ എല്ലാം തന്നെ നമ്മൾ പ്രായമായി വരുമ്പോൾ ഏജ് കൃത്യമായി നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5 വയസ്സുള്ളപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ഒരുപക്ഷെ എൻ്റെ മനസ്സിലിരിക്കുന്ന ഞാൻ വളരെ ചെറിയ പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ എന്ന വിധത്തിലായിരിക്കും. അന്ന് നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തത് അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നാക്കുപിഴ അല്ലെങ്കിൽ ഒരു ഓർമ്മ പിശക് അങ്ങനെ ആവാനും സാധ്യതയില്ല. ഓർമ്മ ക്രോസായി പോകും. അതായത് ഇപ്പോൾ അത് ഈ പറയുന്ന ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ധനുഷിൻ്റെ കുട്ടിക്കാലം സംവിധായകൻ്റെ മകനായിട്ടാണെങ്കിലും കസ്തൂരി രാജ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കുട്ടിക്കാലം സാധാരണമാണ്. കസ്തൂരി രാജ വളരെ സാധാരണമായൊരു കുടുംബത്തിൽ വന്ന ആളാണ്. അദ്ദേഹം സക്സസ് ഉണ്ടാക്കിയ. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മ വല്ലതും ക്രോസായി പോയതാകാനും മതി. പിന്നെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അമ്മയുടെ വസതി സ്വാഭാവികമായിട്ടും കുറച്ച് ഉൾനാട്ടിൽ എവിടെയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന സമ്പന്നരായിട്ടുള്ള കുട്ടികൾ തന്നെ ചിലപ്പോൾ നാട്ടിലേക്ക് പോയാൽ ഞാൻ പൂപ്പറിച്ച് ഓണക്കാലത്ത് ഇങ്ങനെ നടന്നു, കണ്ട പാടത്തെല്ലാം ഇറങ്ങിയിട്ട് പൂകളൊക്കെ പറിച്ചു എന്നൊക്കെ പറയുന്ന ചില കുട്ടിക്കാല നൊസ്റ്റാൾജി ഉണ്ടാവില്ല. ഇതപ്പോൾ കുറേ കാലം നമ്മൾ മനസ്സിലിട്ട് 10-42 വയസ്സൊക്കെ ആകുമ്പോൾ ഇത് ഇപ്പം ബിനിൽ പറഞ്ഞതുപോലെ ഇത് റിയാലിറ്റി ആണ് എന്ന് തോന്നൽ നമുക്കുണ്ടാകും. കുറച്ചൊക്കെ റിയാലിറ്റിയുടെ അംശങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് കൂടിച്ചേർന്നിട്ട് തരുന്നൊരു ഫീലിൽ മറ്റൊരാളോട് പറഞ്ഞാൽ എന്ത് മണ്ടത്തിലാണ് നീ പറയുന്നത് എന്നുള്ള പോലുള്ള ചില കഥകൾ ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാനും മതി. എന്തായാലും പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഈ സിനിമ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ധനുഷ് പറഞ്ഞ ആയിക്കൂടെ എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി ഈ ട്രോളർമാർ പറയുന്നത്, ഇയാൾ 10-500 കോടി കയ്യിലുള്ള, 500 കോടിയൊന്നുമല്ല, ഒരുപാട് പൈസയുള്ള വമ്പൻ സമ്പന്നനായിട്ടുള്ള ആളാണ്. ഒരുപാട് സിനിമകൾ സക്സസ് ആണ്. വെറുതെ മുഖം കാണിച്ചാൽ പോലും കാശ് കിട്ടും. ഹോളിവുഡിൽ വരെ എത്തിയിട്ടുണ്ട് വില്ലനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സിനിമ വിജയിപ്പിക്കാൻ ഇമാതിരി ചീപ്പ് കളി കളിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും എന്തോ ഒരു ഓർമ്മപ്പിശക് സംഭവിച്ചു എന്നോ മറ്റോ പറഞ്ഞ് ഒഴിവാകേണ്ടതൊരു കഥയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും അങ്ങനെ ആ വിധത്തിൽ ഒഴിവായി തീരാവേണ്ടത് ഒരു കഥയാണ്. എന്തായാലും ഇഡലിക്കടൈ ഞാൻ എന്തായാലും പോയി കാണാം. അതെ, കാണേണ്ടി വരും. തമിഴ് ഗ്രാമീണ സൗന്ദര്യം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് കുറച്ച് ചിത്രങ്ങൾ എത്താറില്ലേ? അരിപ്പൊടിക്കോലവും ഡപ്പാങ്കുത്തും മഞ്ഞളും അവിലും മല്ലിപ്പൂവുമെല്ലാം. അതിനൊപ്പം വരുന്നൊരു ഓർമ്മയാണ് ആവണി മണമുള്ള ഇഡലിക്കട എന്നൊരു ചിത്രവുമായി ധനുഷ് എത്തുന്നതും ആ സ്നേഹവും നൊസ്റ്റാൾജിക് ഓർമ്മകളെല്ലാം മനസ്സിൽ വെച്ച് തന്നെയാകും. ഇഡലിക്കടയുടെ സംവിധായകനും നിർമ്മാതാവും ഒപ്പം മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ധനുഷാണ്. സ്വാഭാവികമായും ചിത്രം വിജയിപ്പിക്കാനായി ചെറുതായൊരു സിമ്പതി ലൈൻ പിടിച്ചതാണ് താരം. പക്ഷേ അതിത്തിരി കടന്ന നൊസ്റ്റാൾജിക് തള്ളായിപ്പോയെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. ഒരുപക്ഷെ ഇவ்விധം കിട്ടുന്ന പബ്ലിസിറ്റി ആകാം ലക്ഷ്യം. അതേതായാലും ഇഡലിക്കട നല്ല സിനിമയാകട്ടെ. എല്ലാ വിജയാശംസകളും RDX നേരുകയാണ്.